നമസ്കാരം. മാതൃഭൂമി ന്യൂസിന്റെ തത്സമയ തെരഞ്ഞെടുപ്പ് സംവാദം ഇന്ന് പെരുമ്പാവൂരിലാണ്. എറണാകുളം ജില്ലയായിരുന്നു ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ ബസ്സിൽ കവർ ചെയ്തത്. 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ല കഴിഞ്ഞ LDF തരംഗത്തിനിടയിലും UDF 9 സീറ്റ് കൊടുത്തിട്ടുള്ള ജില്ലയാണ്. ഇത്തവണ അത്യധികം വാശിയേറിയ മത്സരം നടക്കുന്നു എന്നാണ് നമുക്ക് സഞ്ചരിച്ചപ്പോൾ ബോധ്യമായത്. തീർച്ചയായിട്ടും ഇന്ന് പകൽ മുഴുവൻ നമ്മൾ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു, അഭിപ്രായങ്ങൾ അറിഞ്ഞു, ജനങ്ങളെ കണ്ടു. അവസാനം നമ്മളിപ്പോൾ പെരുമ്പാവൂർ മണ്ഡലത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമ്പാവൂർ പലതരത്തിൽ വാർത്തകളിൽ ഒരുപാട് ഇടം പിടിച്ചിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ എറണാകുളം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് അതിഥികളായി UDF നിന്ന് പരിചിത മുഖം ജിൻഡോ ജോൺ ഉണ്ട്, LDF നിന്ന് ശ്രീ സുജു, ഒപ്പം ശ്രീ ബാസിത് കുമാർ. അങ്ങനെ ഒരു നല്ല പാനൽ, പെരുമ്പാവൂരിനെയും എറണാകുളത്തെയും അസലായിട്ട് അറിയാവുന്ന ഒരു പാനലുണ്ട്. ഒപ്പം വലിയൊരു ജനക്കൂട്ടം തന്നെ, രാഷ്ട്രീയ പ്രബുദ്ധരായ ജനക്കൂട്ടം തന്നെ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജിൻഡോയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ജിൻഡോ, ഒരു പക്ഷേ ഏറ്റവും ഉറപ്പോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് UDF ഒപ്പം നിർത്തുന്ന ഒരു ജില്ലയാണ് എറണാകുളം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ്, അതിശക്തമായ തിരിച്ചുവരവ് വേണമെങ്കിൽ മുഴുവൻ 14-14 നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ആ 14-14 എന്ന കണക്കിലേക്ക് നിങ്ങൾ എത്തുക? അല്ല, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തണമെന്നും അതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് 14 MLA-മാർ UDF ഉണ്ടാകണമെന്നും ഞങ്ങളെക്കാൾ അധികം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം സാധാരണക്കാരായിട്ടുള്ള സകല മനുഷ്യരെയും കൊള്ളയടിച്ചു മടുത്ത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് അധപതിച്ച ഒരു സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ കിട്ടുന്ന അവസരമാണ് ഈ മനുഷ്യർക്ക്. ഈ 9-ാം തീയതി രാവിലെ പോളിംഗ് ബൂത്തിലെത്തുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള മനുഷ്യർ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് ഞങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷ. കോൺഫിഡൻസിലാണ്, പൂർണ്ണമായ കോൺഫിഡൻസ്. 14-0 അതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളോ? 14-0 എന്ന് സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും എല്ലായ്പ്പോഴും ഫലിച്ചുകൊള്ളണം എന്നില്ല. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസനവും ജനക്ഷേമവും ബോധ്യപ്പെട്ടും അതനുഭവിച്ചുമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിന് വേണ്ടി എല്ലാ കാലത്തും UDF പരീക്ഷിച്ചിട്ടുള്ളതുപോലെ മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരും അത് വാങ്ങിയവരും ഒരുമിച്ച് ചെന്നു നിന്നത് എവിടെയാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ മതവിശ്വാസികളും ജനങ്ങളും കണ്ട കാര്യമാണ്. മറ്റൊന്ന്, പെരുമ്പാവൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ 10 വർഷക്കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പിനെതിരായി ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് അണിനിരന്ന് UDF-നെതിരായി വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. എത്ര പ്രതീക്ഷിക്കുന്നു? എത്ര മണ്ഡലം? 14-ൽ എത്ര? ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും LDF ജയിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ ചരിത്രം ഈ ജില്ലയ്ക്കുണ്ട്. ആ രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത് കേരളം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ ഈ ജില്ലയിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം വളരെ മോശം പ്രകടനമായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന രീതിയും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് NDA-യുടെ നിലപാട് എന്താണ് ശ്രീ ബാസിത്? NDA-യെ സംബന്ധിച്ച് NDA 2020 രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയുന്നത് ഈ എറണാകുളത്തിന് ടർഫിലാണ്. 2020-യുടെ സ്ഥാനാർത്ഥികൾ അണിനിരന്നിട്ടുണ്ട്. ഈ പെരുമ്പാവൂരിലടക്കം ആത്മവിശ്വാസത്തോടെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്? വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഈ രാജ്യവും കേരളവും ഭരിച്ചവർ ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രക്രിയകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുതന്നെയാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. ഇപ്പോൾ 2 കൂട്ടരും പറഞ്ഞു ശബരിമല. ഈ ശബരിമലയെ തകർക്കുവാനും അവരെ കൊള്ളയടിക്കുവാനും 2 കൂട്ടരും ഒരേപോലെ പങ്കാളികളായിരുന്നു എന്നുള്ളത് കൊണ്ടും കഴിഞ്ഞ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമായി 6 പതിറ്റാണ്ടിനോടടുത്ത കാലം രാജ്യത്തെ ഭരിച്ച പാവപ്പെട്ടവൻ്റെ തൊണ്ടക്ക് പിടിച്ച കോൺഗ്രസിൻ്റെ കൈപ്പത്തി ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള
പ്രക്രിയയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, നമുക്കിനി ഇത്രയും വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ട്. അവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കും നിങ്ങളുടെ ചോദ്യങ്ങളിലേക്കാണ്. അഭിപ്രായങ്ങളെക്കാൾ ചോദ്യങ്ങൾ വേണം. വളരെ ഷാർപ്പായിട്ട് ചോദിച്ചാൽ ഷാർപ്പായിട്ടുള്ള ഉത്തരം കിട്ടും. നമുക്ക് ഒരുപാട് സമയം എടുക്കാനുമില്ല. എവിടെ പെട്ടെന്ന് ചോദ്യങ്ങൾ. ചേട്ടന്റെ ചോദ്യം ആരോടാണ്? എനിക്ക് ചോദിക്കാനുള്ള CPM പ്രതിനിധിയോടാണ്. ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായിട്ടാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പോരാട്ടത്തിൽ CPM എന്ന പാർട്ടിയുടെ എന്ത് അജണ്ടയാണ് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? സ്വന്തമായി ഒരു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്ന CPMൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് എന്ത് രാഷ്ട്രീയ ഇതാണ് ആളുകളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരി, എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് മത്സരിക്കുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ CPIM എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളമെമ്പാടും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ടുള്ള മനോഭാവം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത്. ശരി, അടുത്ത ചോദ്യം. എൻ്റെ ചോദ്യം, ഒരു കാലത്ത് പെരുമ്പാറിൻ്റെ തലയുയർത്തി നിന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ട്രാവൻകൂർ റയോൺസ്. ആ റയോൺസിൻ്റെ പല പ്രതിസന്ധി കാലഘട്ടങ്ങളെയും കാലഘട്ടങ്ങളിലെയും ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും 3 പാർട്ടികൾക്കാരോട് ശരിയാവും എന്നാക്കിക്കൊണ്ട് ട്രാവൻകൂർ റയോൺസ് പെരുമ്പാവൂരിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുന്ന ഇതാണ് പെരുമ്പാവൂരിലെ ഗതാഗതക്കുരുക്ക് നീക്കി കൊടുക്കാമെന്ന്. ഞാനൊരു പെരുമ്പാവൂർക്കാരനാണ്. ആ വാഗ്ദാനങ്ങൾ, ആ ഗതാഗതക്കുരുക്ക് ഇത് പറ്റിയില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി മറുപടി പറയും. നിങ്ങൾ 3 പേരിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പെരുമ്പാവൂരിലുള്ള ഈ ഗതാഗതക്കുരുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിറവേറ്റി തരാൻ പറ്റുമോ? ശരി, ജിൻഡോ. സ്ട്രൈറ്റ് ചോദ്യം. അല്ല, ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗതാഗതക്കുരുക്ക് മാറ്റുക, അപ്പോൾ റോഡിന് വീതി കൂട്ടുക, മറ്റ് അങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഒരു MLA യുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന കാര്യമല്ല. സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും സ്ഥലത്തെ MLAയും ഒക്കെ ഒരേപോലെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ UDFൻ്റെ MLAയോട് എടുത്തിട്ടുള്ള നയസമീപനങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. യോജിച്ചല്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണക്കാരായി മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഗതാഗതക്കുരുക്ക് മാത്രമല്ല, ഈ ഗതാഗതക്കുരുക്കിലേക്ക് വരുന്ന സാധാരണക്കാരുടെ സകലമാന പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് സമരം ചെയ്തതും ഈ രംഗത്തുണ്ടായിരുന്നതൊക്കെ UDF ആണ്. അപ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പോൾ പെരുമ്പാവൂർ റയൺസുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ മറ്റൊരു സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പഴയ കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താതെ ഈ പെരുമ്പാവൂരൊക്കെ ഒറ്റ ഷട്ടർ റൂമിനകത്ത് ആളുകൾ ലാപ്ടോപ്പ് അസംബിൾ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ചുകൊണ്ട് പുതിയ പ്രോജക്റ്റ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലപാടുണ്ടായി. അപ്പോൾ അത്തരം പൊറാട്ട് നാടകങ്ങളും തട്ടിപ്പുകളും ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കാലത്തിന് അതീതമായി കാലാനുസൃതമായിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് സർക്കാർ അധികാരത്തിൽ വരേണ്ടത് കൂടി. UDF അധികാരത്തിൽ വന്നാൽ അങ്ങനെയൊക്കെ കൂടുതൽ ചോദ്യങ്ങളുണ്ടോ? ഒരു സെക്കൻഡ്, ഇതാ ഇവിടെ ഒരു ചോദ്യം. ആരോടാ? ജിൻഡോനോടാണ് ചോദ്യം. നമ്മൾ പെരുമ്പാവൂരിനകത്തേക്ക് നിങ്ങൾ കടന്നു വന്നത് പെരുമ്പാവൂരിൻ്റെ കവാടമായിട്ടുള്ള പാലക്കാട്ട് താഴം വഴിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ എല്ലാം ഉമ്മറമെല്ലാം നല്ല നിലയിൽ സംരക്ഷിക്കും. ചിലപ്പോൾ വീട്ടിലെ ബാത്റൂമിലെ പൈപ്പ് ചിലപ്പോൾ ലീക്കാവുന്നുണ്ടാവും. അത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ളതല്ല. പെരുമ്പാവൂരിൻ്റെ കവാടത്തിനകത്ത് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു മൺകൂന കാണാൻ വേണ്ടി കഴിയും. പാലക്കാട്ട് താഴം പാലം അടച്ചിട്ടിട്ട് ഏകദേശം 6 മാസത്തിലധികമായി. ഇവിടെ ഒരു MLA ഉണ്ടോ? എന്തുകൊണ്ടാണ് ഒരു സൈഡ് ഇടിഞ്ഞു പോയ ഒരു പ്രദേശം അടച്ചിട്ടിട്ട് 6 മാസമായിട്ടും അത് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത നിലയിൽ ഈ നാടിൻ്റെ MLA പരാജയമാവുമ്പോൾ എങ്ങനെയാണ് ഈ നാടിനകത്ത് നിന്ന് UDFന് കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ശരി, ഇവിടെ ഒരു MLA ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെരുമ്പാവൂർ പാലക്കാട്ട് താഴം PWD വകുപ്പിന് കീഴിൽ വരുന്നതാണ്. PWD വകുപ്പിൽ പണിയെടുത്ത കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാത്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ അവർ പണിയെടുക്കാൻ തയ്യാറാവില്ല. ഇപ്പോൾ
അല്ല ഇപ്പോ ഇന്നത്തെ സർക്കുലർ പറയുകയാണെങ്കിൽ 2 ലക്ഷത്തിന് മേലെയുള്ള ബില്ല് പാസ്സാക്കരുതെന്ന് ട്രഷറി ബാനുള്ള ഒരു കാലഘട്ടമാണ്. പച്ചക്കള്ളമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ. ഇവിടെ കോൺട്രാക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക്. 10,000-കണക്കിന് കോൺട്രാക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള ഒരു സർക്കാർ ഈ മാർച്ച് മാസത്തിൽ 2 ലക്ഷത്തിന് മേലെയുള്ള ബില്ല് പാസ്സാക്കരുത് തീരുമാനിച്ചത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പോൾ കോൺട്രാക്ടർമാർ പണിയെടുത്താൽ നേരത്തെ തീർക്കണമെങ്കിൽ തീർത്ത പണിക്കുള്ള പണം കൊടുക്കണം. അത് കൊടുക്കാത്തൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അമ്മായച്ചനും കൂടി 150 സ്ഥലം പൊട്ടി ഒലിച്ചു പോയ ദേശീയപാത പരിശോധിക്കാൻ പോയില്ലേ? എന്ത് സംഭവിച്ചു? ദേശീയപാത മാത്രം പരിശോധിച്ചാൽ പോരാ, PWD റോഡും പരിശോധിക്കണം. PWD റോഡ് പരിശോധിക്കേണ്ടത് മുഹമ്മദ് റിയാസ് PWD വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തം. ഇവിടെ ഉണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? PWD വകുപ്പിനെതിരെ സമരം ചെയ്യാത്ത എന്താ? മുഹമ്മദ് റിയാസിനെതിരെ നിങ്ങൾക്ക് എന്താ സമരമില്ലാത്തത്? എന്തുകൊണ്ട് കരാറുകാരുടെ ബില്ല് മാറുന്നില്ല? PWD റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമരമില്ല? സമരമില്ലാത്തത് എന്തുകൊണ്ട്? PWD റോഡിനെതിരെ സമരം ചെയ്യാത്ത എന്തുകൊണ്ട്? സമരമില്ലാത്തത് നിങ്ങൾക്ക് സമരം എന്താ? ചോദ്യം ചോദിക്കാനുള്ള ഒരു സമയം എന്താ? സംഘർഷം വേണ്ട, ചോദിക്കും. നമസ്കാരം. BJPയുടെ മുൻ കൗൺസിലറാണ്, പേര് മനോഹരൻ. UDFനോടാണ് ആദ്യം ചോദ്യം. UDFനോടും LDFനോടും ഒക്കെ ചോദിക്കാനുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്റ്റേജ് മോശമാണ് എന്നുള്ളതാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്തുവാൻ, നിങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോണ പ്രതിനിധി അടക്കം കേരളത്തിൽ സാമ്പത്തിക മാറ്റം ഉണ്ടാക്കുന്ന രീതി എന്താണ്? നിങ്ങളുടെ ഐഡിയ ഒരു 10 കാര്യം പറയും. BJPക്കാരൻ തന്നെ ചോദിച്ചത് നന്നായി. BJPയുടെ പ്രതിനിധി അവസാനം സംസാരിച്ചത് കോൺഗ്രസിന്റെ കൈപ്പത്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന. ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറയുന്നത് ഇവർ തമ്മിൽ ഡീലാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, BJPയുടെ പ്രതിനിധി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ചോദിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത പാർട്ടിയാണ് BJP. കാരണം കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തോടും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന ചിറ്റമ്മ നയത്തിന്റെ കൂടി ഭാഗമാണ് കേരളം അനുഭവിക്കുന്ന ദുസ്ഥിതി. ഇനി ഒന്നാമത്തെ ഞാൻ പറയട്ടെ ഇനി അതിൽ ഞങ്ങൾക്ക് CPM ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും BJP സർക്കാർ കേരളത്തോട് എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെ സ്വന്തം നിലയിൽ ധനാഗമ മാർഗങ്ങൾ എങ്ങനെ സാമ്പത്തികമായിട്ട് അടുത്ത 5 വർഷം നിങ്ങൾ ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പദ്ധതികൾ? അത് ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞേ. നിങ്ങൾ തരുന്ന പൈസ ആദ്യം കൃത്യമായിട്ട് തന്നോ? ഇല്ലല്ലോ. നിൽക്ക്. കേന്ദ്ര സർക്കാർ തരുന്ന പണം അല്ല. ഞാൻ പറയട്ടെ ഇനി കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൽ ദുരിതമുണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ ഇങ്ങോട്ട് വിട്ട ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങി, സൈന്യത്തിന്റെ വാടക വാങ്ങി, കൊടുത്ത അരിയുടെ പണം വരെ വാങ്ങി. ഉളുപ്പില്ലാത്ത BJPക്കാരായിട്ട് ചോദ്യം ചോദിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ ഈ നാട്ടിലെ വ്യവസായ സംരംഭക അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തുണ്ട്? ജിൻഡോയോട് മാത്രമുള്ള ചോദ്യം. അവിടെ ഒരു വനിത ചോദ്യം മൈക്ക് കൊടുക്കും. എനിക്ക് ചോദിക്കാനുള്ളത് UDFനോടാണ്. രാഹുൽ മാങ്കൂട്ടം പോലുള്ള, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി പോലുള്ള, അല്ലെങ്കിൽ വിൻസൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട് ശശി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് UDFിലെ ആളുകളെ എങ്ങനെയാണ് ഈ നാട്ടിലെ വനിതകൾ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് വോട്ട് ചോദിക്കുക എന്നുള്ളത് എനിക്കറിയണം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംഘടനാപരമായി മാറ്റി നിർത്തി മത്സരിപ്പിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നില്ല. പിന്നെ PK ശശിയുടെ കാര്യമാണെങ്കിൽ PK ശശി പീഡകനാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ CPMനോട് ചോദിക്കുന്ന ചോദ്യം, PK ശശി പീഡകനാണോ? PK ശശി പീഡകനാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ UDF പിൻവലിക്കും. PK ശശി പീഡകനാണെന്ന് LDF ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ പിൻവലിക്കും. പക്ഷെ പീഡകനാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ വനിതകൾക്കടക്കം പാർട്ടി ഓഫീസിൽ കയറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ അശ്ലീല കേന്ദ്രമാക്കി, അനാശാസ്യ കേന്ദ്രമാക്കി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാ. പീഡകനാണെങ്കിൽ ആ പീഡിപ്പിച്ച സഖാത്തിയെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റായി കേസ് കൊടുക്കണമേ. കേസ് കൊടുക്കണമേ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ നിങ്ങൾക്ക്
വിശ്വാസമില്ലേ? LDF നോട് പി. ചോദ്യം കെ. ശശി ചോദിക്കാല്ലേ? പീഡിപ്പിച്ച പെൺകുട്ടിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലേ? ഒരാൾ ഒരു തവണ ആരാണ് പീഡിപ്പിച്ചത്? ഇപ്പോ ആരെയാണ് ഇല്ല, ഇല്ല. പീഡിപ്പിച്ചത്? ഉത്തരവുണ്ടോ? ഒരാൾക്ക് ഒരു തവണ, നിങ്ങൾക്കറിയാമോ? ഒരാൾക്ക് ഒരു തവണ. നിങ്ങൾക്കറിയാമോ? ജിൻഡോ. നിങ്ങൾക്കറിയാമോ ജിൻഡോ. ആരെയാണ് ജിൻഡോ പീഡിപ്പിച്ചത്? നിങ്ങൾക്കറിയാമോ? ജിൻഡോ. നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. നിങ്ങൾക്കറിയാമെങ്കിൽ ജിൻഡോ, പറയൂ. ജിൻഡോ. ഇനി മുഖ്യമന്ത്രിയുടെ ഉപദേശകനാരാ? പി. ശശി. പി. ഒരു ശശി. മിനിറ്റ്. മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ പി. ശശിയാണ്. ഗണേശ് മത്സരിക്കുന്നത് എന്റെ മകളെ പീഡിപ്പിച്ച 12ഓളം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട നേതാക്കളോട് മത്സരിക്കുന്നുണ്ട്. സെക്രട്ടറി പി. ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ. അല്ലല്ല, കൂടുതൽ ചോദ്യങ്ങൾ ഇരിക്ക്. ഒരൊറ്റ കാര്യം, ജിൻഡോ മാത്രമാണ് കുറേ സമയമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDF നോട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? കുന്നപ്പള്ളിയുടെ വിഷയം ചോദിക്കാനുള്ളൂ, ഇവിടെ ചോദിക്കൂ. കുന്നപ്പള്ളിയുടെ വിഷയത്തിൽ ഇത്രയും ആശങ്കയുള്ളവർ ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിന് എത്ര കേസുണ്ട്? അതേപോലെ മുകേഷിന് എത്ര കേസുണ്ട്? മറുപടി അല്ല, ഇവിടെ ചോദ്യം ചോദിക്കൂ. നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നേ, നിങ്ങൾ ഒത്തുതീർപ്പാക്കി അടുക്കളയിൽ ഒത്തുതീർപ്പാക്കി പരസ്പരം സംസാരിക്കാൻ ചോദ്യം മറ്റൊരു ചോദ്യം ആ വിഷയം പുതിയ മുന്നണി ആ വിഷയം ഒരാള് ബാലിശമായ ഉത്തരവാണ്. നിങ്ങളെ കേസ് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല. നിങ്ങൾ പോയി പത്രം വായിക്കണം. ചോദ്യം ഇടതുപക്ഷ സഹയാത്രികനോടാണ്. നിങ്ങൾ ചോദിച്ചല്ലേ? ചോദ്യം ചേട്ടൻ വരാം. രണ്ട് ഭാര്യമാർ നമ്മൾ ഈ വ്യക്തിപരമായ ഗണേശിന്റെ ഗണേശ് ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഒരു ഭാര്യ divorce ചെയ്ത് വേറെ കല്യാണം കഴിക്കും. പക്ഷെ 5000 പേരെ പ്രേമിക്കാൻ പാടില്ല. വാഗ്വാദം വേണ്ട. 5000 പേരെ പ്രേമിക്കാൻ പാടില്ല. ചോദ്യമുണ്ടോ? ചോദ്യം. ഒരാൾക്ക് ഒരു തവണ ചേട്ടരിക്ക് ഇവിടെ LDF-ന്റെ പ്രതിനിധികളോട് ചോദിക്കുന്നത്, പെരുമ്പാവൂർ ടൗണിൽ കഴിഞ്ഞ 19-20 വർഷമായിട്ട് ഷാജു പോളും എൽദോസ് കുന്നപ്പള്ളി MLA-മാരെ ഈ 20 വർഷക്കാലമായി ഇവിടെ അതിഥി തൊഴിലാളികളുടെ അധിനിവേശം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഈ ഭാഗം. ഈ 20 വർഷത്തിനോടിടയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് ശാപം അനുഭവിക്കുന്ന ടൗണാണ് പെരുമ്പാവൂർ ടൗൺ. ഇവിടെ മറ്റ് ടൗണുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജനങ്ങളുടെ അതിപ്രസരം കൂടുതലാണ്. ഇവിടെ എല്ലാ രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി കഞ്ചാവ് തുടങ്ങി എല്ലാത്തിൻ്റെയും അതിപ്രസരം ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ തിരക്കിയപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഇതനുസരിച്ച് 50 പോലീസുകാരുടെ കുറവുകൂടെയുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ പെരുമ്പാവൂരുണ്ടായിരുന്നതിന് ശേഷം ഇവിടുത്തെ ജനപ്രതിനിധികൾ അടങ്ങുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ അതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ബഹുമാന്യനായ സുഹൃത്ത് ജിൻഡോ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാൻ. ഒന്ന്, ട്രാവൻകൂർ റയോൺസ് അടച്ചുപൂട്ടിയത് UDF ഭരിക്കുന്ന സന്ദർഭത്തിലാണ്. ഓർമ്മകൾ നമ്മൾ മറന്നു പോകരുത്. UDF ഭരിക്കുന്ന സന്ദർഭത്തിൽ ആ കമ്പനിയുടെ മുകളിലൂടെ പോയിട്ടുള്ള LT ലൈനിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 3 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയ കമ്പനി പിന്നീട് തുറന്നില്ല. അതിനുശേഷം വന്ന UDF ഗവൺമെന്റിന്റെ കാലത്തും തുറന്നില്ല. LDF-ന്റെ സർക്കാർ ഒരു മിനിറ്റ് LDF-ന്റെ ദയവായി ദയവായി പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ഇത് ശരിയല്ല. അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. നിങ്ങൾക്ക് എനിക്ക് ശേഷം സംസാരിക്കാം. ഇല്ല അത് ശരി. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്നോട് പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഒരിക്കലും അല്ലല്ല അങ്ങനെ പറയരുത്. ഞാനിവിടെ ബഹുമാനപ്പെട്ട അല്ലല്ല ഇരിക്കൂ സുഹൃത്ത് ഇരിക്കൂ. ഞാൻ പറയട്ടെ. പറയാൻ അനുവദിക്കൂ. UDF-ന്റെ സർക്കാർ അടച്ചുപൂട്ടിയ ട്രാവൻകൂർ റയോൺസിൽ അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ പണം അനുവദിച്ച് ആ തൊഴിലാളികൾക്ക് ലഭ്യമാകാനുണ്ടായിരുന്ന മറ്റു മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തു തീർത്തത് LDF-ന്റെ ഗവൺമെന്റാണ്. മറക്കാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് P. രാജീവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അശ്രാന്തമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ വ്യവസായ പാർക്ക് വരാൻ പോകുന്നത്. ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്?
ഇവരെല്ലാ കാലത്തും അധിക്ഷേപിക്കുന്നത് പോലെ അടച്ചാക്ഷേപിച്ചിട്ട് വന്ന കാര്യമുണ്ടോ? ഒരു വൻകിട പദ്ധതിയാണ് അവിടെ. മൂന്നാമത്തെ കാര്യം അതിഥി തൊഴിലാളികളുമായി സഹോദര പറയട്ടെ, ഒരു മിനിറ്റ്. അങ്ങനെ അവതാരകൻ മൈക്ക് കൊടുക്കുന്നത് ശരിയല്ല. അവതാരകൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ മൈക്ക് കൊടുക്കരുത്, അത് ശരിയല്ല. അപ്പൊ നിങ്ങൾ നിർത്താൻ പറഞ്ഞാൽ മതി, ഇടയ്ക്ക് മൈക്ക് കൊടുക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞത് പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നഗരസഭ UDF ഭരിച്ച നഗരസഭ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനൊരു പരിഹാരമുണ്ടാക്കാൻ 10 കൊല്ലക്കാലത്തിനിടയിൽ ഇവിടുത്തെ MLA എന്ത് ചെയ്തു? ശരി, ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ നിയമിക്കുന്ന എൽദോസ് കുന്നപ്പള്ളി MLA അല്ല, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിനെ നിയമിക്കാത്തത്? നിങ്ങളുടെ ബംഗാളിലും ത്രിപുരയിലും പണിപോയ സഖാക്കന്മാർ ഇവിടെ വന്നതിന് ഞങ്ങൾ എന്ത് ഉത്തരവാദിത്തം പറയും? പണിപോയ സഖാക്കന്മാർ ഇവിടെ വന്ന് പണിയെടുത്ത് ഇവിടെ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളാണ് നടപ്പാക്കേണ്ടത്. നിങ്ങൾ നയപരിപാടികൾ നടപ്പാക്കണം. CIT സമരം ചെയ്തിരുന്നോ? നിങ്ങൾ അവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും സമരം ചെയ്തു. നിങ്ങൾ കേരളത്തിലെമ്പാടും സമരം ചെയ്ത് പൂട്ടിച്ച സ്ഥാപനങ്ങളുടെ ശവപ്പറമ്പാണ് കേരളം. നിങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ച സ്ഥാപനങ്ങളുടെ ഇടതുപക്ഷ പ്രതിനിധിയോട് ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട്. അതിലൊരു പ്രഖ്യാപനമാണ് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ളത്. എനിക്കറിയേണ്ട ഒരു കാര്യം, ഈ പ്രഖ്യാപനം നടത്തിയത് എന്ത് മാനദണ്ഡത്തിലാണ്? അതുപോലെ 2011 സെൻസസ് അനുസരിച്ച് ഇവിടെ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. ഏകദേശം 4,86,000 വരുന്ന ആദിവാസികളുണ്ട്. ഇവിടുത്തെ BPL ഏകദേശം 5,96,000 വരുന്ന BPL അപ്പോൾ ഈ 64,000 മാത്രം വരുന്ന അതിദരിദ്രരെ എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് കണ്ടെത്തിയത്? ഈ ചോദ്യത്തിനുള്ള മറുപടിക്ക് ബഹുമാന്യനായ ജിൻഡോ ഇവിടെ വരെ വരേണ്ടിയിരുന്നില്ല. UDF ഭരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDF ഭരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരോടും UDFന്റെ പഞ്ചായത്ത് മെമ്പർമാരോടും ചോദിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം കിട്ടുമായിരുന്നു. ഇത്രയും കാലം ഈ കേരളത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിവിധ തലങ്ങളിലായി നടത്തിയ ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയവരെയാണ് അതിദാരിദ്ര്യരുടെ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. ആ പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ തുടർച്ചയിലാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അത് കേരളത്തിലെ LDF UDF വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഏതാണ്ട് അവസാനിച്ചു. കുറേ നേരമായി ചേട്ടൻ ചോദിക്കുന്നോട് ഒരൊറ്റ ചോദ്യം, ഒരു വരി. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധികളോട് ചോദിക്കാനുള്ളത്, ഈ വയനാട് ചൂരൽമല സംഭവത്തിൽ മരണപ്പെട്ടവർക്ക് നിങ്ങൾ വീടുകൾ പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ പണം പിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനത എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? സമയമില്ല, പെട്ടെന്ന് നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞു, പെട്ടെന്ന് ഉത്തരം. ഞങ്ങൾ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് പിരിച്ച പണം പൊതുജനങ്ങളിൽ നിന്നല്ല പിരിച്ച വിവിധ പദ്ധതികളാണ്. നിങ്ങൾ എത്ര വീട് പണിത് കൊടുത്തു? കേരളത്തിലെ സർക്കാർ കൊടുത്ത വീടല്ല. CPM എത്ര വീട് പണിത് കൊടുത്തു? DYFI എത്ര വീട്? ആലപ്പുഴയിലെ DYFIക്കാർ ബിരിയാണി ചലഞ്ച് നടത്തിയെന്ന് കൊള്ളയടിച്ച ഉളുപ്പില്ലാത്തവന്മാരാ. പ്രളയ ഫണ്ട് കൊള്ളയടിച്ചവന്മാര്, ബിരിയാണി ചലഞ്ച് കൊള്ളയടിച്ചവന്മാര്. 100 വീട് സർക്കാരിന്റെ ആണോ? എന്റെ നിന്റെ സർക്കാരിന്റെ, എല്ലാവന്റെ അല്ല, നമ്മുടെ സർക്കാരിന്റെ.
കൊടുത്തോ? ഒരു ചോദ്യം നിങ്ങളൊന്നും കൊടുത്തില്ല. നിങ്ങൾ കൊള്ളയടിച്ചോ, നിങ്ങൾ കൊള്ളയടിച്ചോ. ഞങ്ങളും സ്ഥലം വാങ്ങി പണി നടക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. നമുക്ക് വീണ്ടും അടുത്ത ജില്ലയിലേക്ക് ഈ സംവാദം കൊണ്ടുപോകാം. ഇപ്പോൾ ഈ സംവാദം അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും കാണാം ഇലക്ഷൻ ബസ്സിൽ. ബൈ.